മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായി 16,000-ലധികം ഗാനങ്ങൾ ആലപിച്ച ഭാവഗായകൻ പി ജയചന്ദ്രൻ 1944 മാർച്ച് 3 തൃപ്പൂണിത്തുറ കോവിലകത്ത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം വീട്ടിൽ സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി ജനിച്ചു. ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. സ്കൂൾ പഠനകാലത്ത് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗ വായനയിലും ലളിതഗാനത്തിലും നിരവധി സമ്മാനങ്ങൾ നേടി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ആ സംഗീതയാത്ര ആരംഭിച്ചു. പിന്നീട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദം നേടി. 1958 സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് അദ്ദേഹം യേശുദാസ് എന്ന ഗായകനെ ആദ്യമായി കാണുന്നത്. അന്ന് മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസിനും മികച്ച മൃദംഗവാദകനുള്ള പുരസ്കാരം പി ജയചന്ദ്രനും ലഭിച്ചു. ബിരുദ പഠനശേഷം ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ സമയത്ത് ചെന്നൈയിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ അദ്ദേഹം ഭാഗമായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരും സംവിധായകൻ എ വിൻസെന്റും അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധിച്ചു. അങ്ങനെ അവർ അദ്ദേഹത്തിന് ഒരു സിനിമയിൽ പാടാൻ അവസരം കൊടുത്തു. 1965 കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരൻ രചിച്ച ഒരു മുല്ലപ്പൂ മലയായി എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷേ ആദ്യം പുറത്തിറങ്ങുന്നത് ഈ ഗാനമായിരുന്നില്ല, മറിച്ച് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു. 1967 പി വേണു സംവിധാനം ചെയ്ത ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിനു വേണ്ടി MS ബാബുരാജ് രചിച്ച അനുരാഗ ഗാനം പോലെ എന്ന നിത്യഹരിത ഗാനം ആലപിച്ചു. പിന്നീട് ഈ കൂട്ടുകെട്ടിൽ കൂടുതൽ ഹിറ്റുകൾ നിർമ്മിച്ചു. നീലഗിരിയുടെ സഖികളെ എന്ന് തുടങ്ങുന്ന സുപ്രഭാതം എന്ന ഗാനത്തിന് 1972 മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചത് MS വിശ്വനാഥനായിരുന്നു. 1975 പെൺപട എന്ന സിനിമയിലെ വെള്ളിപ്പിന്നെ കിണ്ണം പോൽ എന്ന ഗാനം പാടി. ദിലീപ് കുമാർ എന്ന 9 വയസ്സുകാരന്റെ ആദ്യത്തെ രചനയായിരുന്നു ഈ ഗാനം. ആ ദിലീപ് കുമാറാണ് ഇന്നത്തെ AR റഹ്മാൻ. 1978 MB ശ്രീനിവാസൻ സംഗീതം നൽകിയ ബന്ധന എന്ന ചിത്രത്തിലെ രാഗം ശ്രീരാഗം എന്ന ഗാനം അദ്ദേഹത്തിന് അടുത്ത കേരള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1985 G ദേവരാജൻ രചിച്ച ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭു എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു. മലയാളികൾക്ക് വളരെയേറെ പരിചിതമായ നിറം എന്ന ചിത്രത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന് തുടങ്ങുന്ന ഗാനം, ഈ ഗാനത്തിന് 1998 അദ്ദേഹത്തിന് 3ാമത്തെ കേരള സംസ്ഥാന അവാർഡും ലഭിച്ചു. 2015 ജിലേബിയിലെയും എന്ന് നിന്റെ മൊയ്തീനിലെയും ഗാനങ്ങൾക്ക് അടുത്ത സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. ഈ ഗാനങ്ങൾ കൂടാതെ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ, എൻ്റെ ഇന്നും വന്നില്ല, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല, പൂക്കൾ പനിനീർ പൂക്കൾ തുടങ്ങി നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ഗാനത്തിന്റെ അവതരണം ഇന്നും ഒരു ക്ലാസിക്കായി നിലനിൽക്കുന്നതാണ്. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിരവധി ഗാനങ്ങൾ പിറന്നിട്ടുണ്ട്. തമിഴിൽ സംഗീത സംവിധായകൻ ഇളയരാജയുമായി പ്രവർത്തിച്ച് രാസാത്തി ഉന്നയിൽ തുടങ്ങി നിരവധി ഹിറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 1994 AR റഹ്മാൻ സംഗീതം നൽകിയ കിഴക്ക് ചീമയിലെ എന്ന ചിത്രത്തിലെ കഥാഴം കാട്ടുവഴി എന്ന ഗാനത്തിന് മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കി. ലളിത എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ലക്ഷ്മി, ദിനനാഥൻ എന്നിങ്ങനെ 2 മക്കളുണ്ട്. മകൻ ദിനനാഥനും ഒരു ഗായകനാണ്. സംഗീതത്തിനു പുറമെ ട്രിവാൻഡ്രം ലോഡ്ജ്, നഖക്ഷതങ്ങൾ, ശ്രീകൃഷ്ണ പരുന്ത് എന്നു തുടങ്ങി നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 6 പതിറ്റാണ്ടോളം ഹൃദ്യമായ ശബ്ദം കൊണ്ട് ജനഹൃദയങ്ങളെ കുളിരണിയിച്ച ആ പാട്ടിന്റെ യാത്ര 2025 ജനുവരി 9 നിലച്ചു. ഒരു കാലഘട്ടം മുഴുവൻ ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഭാവഗായകന്റെ ഗാനങ്ങൾ സ്പർശിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഏതൊരു സംഗീത പ്രേമിക്കും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന അപൂർവ ശബ്ദങ്ങളിലൊന്നായ ഭാവഗായകന്റെ ശബ്ദം ഒരുപിടി ഗാനങ്ങളിലൂടെ ആരാധകരുടെ കാതുകളിൽ ഇനിയും മുഴങ്ങും.